80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ വീതിയും നീളവും എത്രയാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ 2 ഇൻറ്റു നീളം പ്ലസ് വീതി, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് വീതിനെ എക്സ് ആക്കി എടുക്കാം. വീതി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നീളം എന്താ പറഞ്ഞത്? നീളം 2 മടങ്ങിനേക്കാൾ, 2 മടങ്ങ് പറഞ്ഞാൽ 2x, അതേപോലെ 1 മീറ്ററും അപ്പോൾ +1 കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇവിടെ നോക്ക്, 2 അതേപോലെ ഉണ്ടാവും. നീളം പറഞ്ഞാൽ 2x + 1 + x വരും. ഈക്വൽ ടു എത്രയാണ്? 80 മീറ്റർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 80 കിട്ടി. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സുഖമായിട്ട് ചെയ്യാലോ. ഇവിടെയുള്ള എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് വെറും എക്സിന് മാത്രം ഇവിടെ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. കാരണം ഇതാണ് ഒറ്റയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ 2x + 1 + x = 80. ഇവിടെ ഇൻറ്റു 2 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും. അപ്പോൾ എന്താ ആൻസർ കിട്ടും? 40 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൽ ഏതാ കൊണ്ടുപോകാൻ പറ്റുക? എക്സ് രണ്ടും നമുക്കവിടെ എക്സിൻ്റെ വാല്യൂസിന് എക്സിന് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 1നെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 2x + x = 40 - 1 = 39 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? 2x + x പറഞ്ഞാൽ 1x, 2x + 1x = 3x ആയിരിക്കും. 3x = 39 ആണെങ്കിൽ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്താണ്? എളുപ്പമല്ലേ? x = 39 ഡിവൈഡഡ് ബൈ 3 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? 13. ഓക്കെ, 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ, ഓരോന്നും എത്ര വീതം എന്നാണ് ക്വസ്റ്റ്യൻ. 100 രൂപയുടെ നോട്ട് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ചില്ലറാക്കിയപ്പോൾ 10ൻ്റെയും 20ൻ്റെയും 10ൻ്റെയും നോട്ടുകൾ കിട്ടി. മൊത്തം നമുക്ക് എത്ര? 7 നോട്ടുകളാണ് ഉണ്ടായത്. മൊത്തം 7 നോട്ടുകൾ കിട്ടി. അപ്പോൾ 7 നോട്ടുകളാണെങ്കിൽ എത്ര 10ൻ്റെ ഉണ്ടായിരുന്നു, എത്ര 20ൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, നമ്മൾ തൽക്കാലത്തിന് 10ൻ്റെ നോട്ടുകൾ എത്ര ആക്കി എടുത്ത്? എക്സ് ആക്കി എടുത്തു. അങ്ങനെ വരുമ്പോൾ 20ൻ്റെ നോട്ടുകൾക്ക് എങ്ങനെ വരും? 20ൻ്റെ നോട്ടുകൾ മൊത്തം 7 നോട്ടുണ്ട്. 7ൽ നിന്ന് എക്സ്, ഈ 10ൻ്റെ നോട്ടുകൾ എത്രയാണ് കിട്ടിയത്? അത് കുറച്ചാൽ നമുക്ക് എന്തിൻ്റെ കിട്ടും? 20ൻ്റെ നോട്ടുകൾ കിട്ടും. അതൊരു കോമൺ ആയിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ വരിക. ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടാം. 10x ഉണ്ട്, 10ൻ്റെ x നോട്ടുകളുണ്ട്, പ്ലസ് 20ൻ്റെ 7 - x നോട്ടുകളുണ്ട്. ഈക്വൽ ടു എത്രയാണ്? 100 ആണെന്ന് അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതിയെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇതേ ഇൻറ്റു ഇതും ഇതേ ഇൻറ്റു ഇത് ചെയ്തിട്ട് വാല്യൂ കണ്ടെത്തണം. 10x അതേപോലെ ഇട്ട് പ്ലസ് 20 × 7 14 140 വരും, മൈനസ് 20x 20x വരും, ഈക്വൽ ടു 100 ആയിട്ട് കിട്ടും. ഗൈസ്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്തത് കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക എന്നാണ് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് എക്സ് ഇല്ലാത്ത വാല്യൂവിനെ ആദ്യം കൊണ്ടുപോകാം. ഇത് നമുക്ക് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 10x മൈനസ് 20x = 100. ഇവിടുത്തെ ഈ പ്ലസ്സിന് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 140 വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 40 കിട്ടും. ഓക്കെ, മൈനസ് 40 എന്ന് കിട്ടും. ഇനി നമുക്ക് 10ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് 10x എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 മൈനസ് നമുക്ക് സുഖമായിട്ട് ക്യാൻസലാക്കാം. 2 സൈഡിലുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസലാക്കി കളയാം. അപ്പോൾ x = എന്ത് ചെയ്താൽ മതി? 40 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു എത്രയാണ്? 4 ആണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ പറഞ്ഞാൽ 10ൻ്റെ വാല്യൂ. 10ൻ്റെ നോട്ടുകൾ 4 ഉണ്ടെങ്കിൽ നമുക്ക് 20ൻ്റെ നോട്ടുകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 7 - x ഈക്വൽ ടു 7 - x പറഞ്ഞാൽ 4. എക്സ് കുറച്ചാൽ എത്ര കിട്ടും? 3 ആൻസർ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക.